ഷൂട്ടാക്കിയിട്ടുള്ളത്. മോർണിംഗ് വ്ളോഗൊന്നും ഷൂട്ട് ചെയ്തിട്ടില്ല കേട്ടോ. മോർണിംഗ് ഹാബിറ്റ്സ് ഒക്കെ കഴിഞ്ഞിട്ടാണ് വീഡിയോ എടുത്തത്. അപ്പം എൻ്റെ ഷെൽഫാണെന്നുണ്ടെങ്കിൽ ഭയങ്കര മിസ്സായിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാനിന്ന് ക്ലീൻ ആക്കണം എന്നെല്ലാം വിചാരിച്ചിരുന്നു. പിന്നെ ലാസ്റ്റ് നടന്നില്ലേനു കേട്ടോ. അതെന്താണെന്നുള്ളത് ഞാൻ ലാസ്റ്റ് പറയാം. അങ്ങനെ ഇപ്പോൾ ഇതേ ബെഡ്ഷീറ്റ്സ് എല്ലാം വിരിച്ചിട്ടാണ്. ബെഡ്ഷീറ്റ് ഭയങ്കര അലക്കൂലായിട്ട് കിടക്കുന്നുണ്ടായിരുന്നത്. അങ്ങനെ ഞാൻ എങ്ങനെയൊക്കെ അത് ക്ലീൻ ആക്കിയിട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ ആ റൂമിലാണ് കിടക്കലുള്ളത്. അപ്പം രാവിലെ ചിലപ്പം ഇവിടെ വന്ന് കിടക്കും, അങ്ങനെയൊക്കെയാണ്. പിന്നെ ഞാനാണെങ്കിൽ എണീറ്റ് വരുന്ന സമയത്ത് ഫോൺ ഉണ്ടെങ്കിൽ ഞാൻ പിന്നെ അത് കണ്ട് കിടക്കും. അത് ഫോണിൽ മെസ്സേജസും യൂട്യൂബ് കമൻസും അങ്ങനെ നോക്കിക്കാണ്ട് കിടക്കും. അതുകൊണ്ട് തന്നെ എനിക്കിങ്ങനെ അവിടെ ഇങ്ങനെ കിടന്ന് എണീക്കാൻ തോന്നൂല്ലേനു. പിന്നെ ഉമ്മ വിളിച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായി വാ എന്ന് പറയുന്ന സമയത്താണ് അവിടെ നിന്ന് പൊന്തുള്ളൂ. അതുവരെ അവിടെ കിടക്കും. അങ്ങനെ പിന്നെ ഞാൻ ബെഡ്ഷീറ്റ്സും കാര്യങ്ങളൊക്കെ വിരിക്കുകയാണ്. ബെഡ്ഷീറ്റ്സ് വിരിക്കുന്നത് എനിക്ക് വലിയ ഇഷ്ടമുള്ള കാര്യമൊന്നുമല്ല കേട്ടോ. പിന്നെ നമ്മൾ കിടക്കുമ്പോൾ നമ്മൾ പിന്നെ നല്ല വൃത്തിയായിട്ട് നമ്മുടെ വീട് കാണുമ്പോൾ ഒരു രസമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിരിച്ചിടുകയാണ് കേട്ടോ. അപ്പം കുറേ ആൾക്കാർ വീഡിയോസ് എനിക്ക് എന്താ അറിയില്ല കേട്ടോ, വീഡിയോസ് ഇടണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. പക്ഷേ കണ്ടൻറ്റ് ഇല്ല കേട്ടോ. പിന്നെ വേണ്ടത്ര വലിയ സപ്പോർട്ടൊന്നും ഇല്ല. പിന്നെ നമ്മൾ ഈ വീഡിയോ എഡിറ്റിങ് അത്യാവശ്യം എഫേർട്ടുള്ള കാര്യമാണ്. അപ്പം ഈ വീഡിയോ ഞാൻ ഇപ്പോൾ കുറച്ച് ദിവസം എടുത്ത് വെച്ചിട്ട് എഡിറ്റിങ്ങാണ് കുറച്ച് സമയം വരുന്ന കാര്യം കേട്ടോ. ഭയങ്കര കുത്തിരുന്ന് എഡിറ്റ് ചെയ്യാൻ ഭയങ്കര പണിയാണ്. അങ്ങനെ ബെഡ്ഷീറ്റ്സും കാര്യങ്ങളൊക്കെ വിരിച്ചിട്ട് കഴിഞ്ഞപ്പം ഇമ്മ എനിക്ക് പണിയെടുക്കുന്നതിന് മുമ്പ് എന്തെങ്കിലുമൊക്കെ ഷേക്ക് അടിച്ച് തരും. ഇന്നിപ്പോൾ ആപ്പിൾ ഷേക്ക് കിട്ടി, ചിലപ്പോൾ നാരങ്ങ വെള്ളമാവും, പഴം ജ്യൂസോ ഷേക്കാവും, ബനാന ഷേക്കാവും കേട്ടോ. അങ്ങനെയൊക്കെ ഉണ്ടാവും. പിന്നെ ഇനിയിപ്പം തുടക്കലും അടിക്കലിൻ്റെ മുമ്പ് ഞാൻ നാൽപ്പാമരാതി ഓയിൽ ഞാൻ ഫേസിൽ അപ്ലൈ ചെയ്യും. ഇത് വെളിച്ചെണ്ണയാണ്. ഇത് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. നല്ലതായിട്ട് നമ്മുടെ സ്കിന്നിന് നല്ലതാണ് കേട്ടോ. സ്കിന്നിലുള്ള ആക്നി സ്കാർസ് കുറയ്ക്കും, പിമ്പിൾസ് കുറയ്ക്കും. അപ്പം എൻ്റെ അതൊരു സെൻസിറ്റിവിറ്റി ഓയിലാണ്, പക്ഷെ എനിക്ക് നന്നായിട്ട് സ്യൂട്ട് ആവുന്നുണ്ട് കേട്ടോ. അപ്പം ഞാനതിപ്പോൾ യൂസ് ആക്കലുണ്ട്. ഇത് പിന്നെ പ്ലാനറാണ് കേട്ടോ. ഞാൻ ഇപ്പോൾ കുറച്ച് കാലമായിട്ട് എല്ലാതും പ്ലാൻ ചെയ്യും. കാരണം ഇത് ഞാൻ നോട്ട് ബുക്ക്സ് മേടിച്ച സമയത്ത് എൻ്റെ കയ്യിൽ ബാലൻസ് ഉള്ള നോട്ടാണ്. നോട്ട്സ് ബുക്ക് മേടിച്ച സമയത്തല്ല, നമ്മളിപ്പം ഈ ഒരു ഗ്രേഡ് കഴിഞ്ഞതിന് ശേഷം എനിക്ക് കുറച്ച് ബാലൻസ് നോട്ട്ബുക്കിൽ ഒരു നോട്ട്ബുക്കാണ്. ഞാൻ അതിൽ പേജസ് ഒന്നും യൂസ് ചെയ്തിട്ടേ ഇല്ല. അപ്പം നല്ലൊരു കട്ടിയുള്ള നോട്ടുമാണ്. അപ്പം ഇത് വെച്ചിട്ട് ജേർണൽ ഫസ്റ്റ് ഇതാക്കാൻ വിചാരിച്ച്. പിന്നെ ജേർണൽ ബുക്ക് ഞാൻ ഓൾറെഡി എന്താ പറയുക, ഒരു മെമ്മറി ബുക്ക് പോലെയാണ് ആക്കിയെടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഇനി ജേർണലിങ് വേണ്ടാക്കിയതിന് ഏറാൻ ജേർണലിങ് ചെയ്തുകൊണ്ട് പ്രാവശ്യം മെമ്മറി ബുക്ക് ആക്കാൻ വിചാരിച്ചിട്ടോ. അപ്പം ഇതിപ്പോൾ ടു ഡു ലിസ്റ്റ് ചെയ്യാണ്. ഇതിൻ്റെ വേറൊരു ബുക്കാണ്. പിന്നെ വരയില്ലാത്ത നോട്ടിലാണ് ജേർണൽ ചെയ്യാൻ സുഖം. അതുകൊണ്ട് പിന്നെ വേറൊരു പുതിയ നോട്ട് മേടിച്ചതിനായിട്ട് ഡയറിൻ്റെ പോലത്തെ ഒരു ക്യൂട്ട് നോട്ട് ബുക്കാണത്. അപ്പം ഇത്രയും കാര്യങ്ങൾ ഞാൻ പ്ലാൻ ചെയ്തൊന്നുമില്ല കേട്ടോ. കാരണം കാണുന്ന ഈ പേജസ് ഒന്നും കുറച്ചൊക്കെ എഴുതിയതുണ്ട്. ഞാൻ യൂസേഴ്സിന് വേണ്ടിയിട്ട് ഞങ്ങൾക്കൊരു നോട്ട് വേണമായിരുന്നു. അപ്പോൾ അതിന് മേടിച്ചിട്ടുള്ള സംഭവമാണ്. അപ്പം ടു ഡു ലിസ്റ്റ് ചെയ്യേണ്ട സമയത്ത് എനിക്ക് പ്രത്യേക സന്തോഷമാണ് കേട്ടോ. കാരണം ഇതിൽ നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങളായാൽ പോലും നോട്ട് ചെയ്യും. അപ്പോൾ നമുക്ക് ഭയങ്കര ഒരു സന്തോഷമാണ്. ചെറിയ ചെറിയ കാര്യങ്ങളായാലും നോട്ട് ചെയ്യണം കേട്ടോ നമ്മൾ. അപ്പോഴാണ് നമുക്ക് ടിക്ക് കിട്ടുമ്പോൾ ഒരു സാറ്റിസ്ഫിക്കേഷൻ കിട്ടും. അപ്പം അങ്ങനെയൊക്കെ ചെയ്യാം. പിന്നെ നിങ്ങൾ കുറേ കണ്ടൻറ്റ് ഐഡിയാസ് പറയട്ടോ. എനിക്ക് ഒരു 8th പ്രെപ്പ് വ്ളോഗ് ചെയ്യണമെന്നുണ്ട്. കാരണം എനിക്ക് യൂസ്ഫുൾ ആവുമല്ലോ. അപ്പോൾ ഒരു 8th പ്രിപ്പറേഷൻ വ്ളോഗ് ചെയ്താലോ എന്ന് ഞാൻ ആലോചിക്കുന്നുണ്ട്. വേണ്ടവർ എന്തായാലും എസ് എന്ന് കമൻറ്റ് ആക്കിയും. അപ്പം നമുക്ക് എത്രയൊക്കെ ആൾക്കാരുടെ റെസ്പോണ്ടിനനുസരിച്ച് ചെയ്യാമല്ലോ. പിന്നെ എനിക്കാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ വെക്കേഷൻ വ്ളോഗ്സൊക്കെ കാണാനൊക്കെ ഇഷ്ടമാണ്. പക്ഷേ സത്യമായിട്ട് ഞാനിങ്ങനെ വ്ളോഗൊക്കെ എടുത്ത് ഇടുമ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടമല്ല. പിന്നെ ലാസ്റ്റൊക്കെ കഴിഞ്ഞ് കാണുമ്പോൾ ഞാനാണെന്ന് തോന്നുമ്പോൾ ഒരു സന്തോഷമുണ്ട്, കാണാനൊരു രസമാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അൽമാരയിൽ കൊണ്ടുവയ്ക്കുന്ന സമയത്താണ് ഓർമ്മ വന്നത്, ജേർണലിൻ്റെ സ്റ്റിക്കേഴ്സ് കണ്ടപ്പോൾ ജേർണലിന് ചെയ്യണമല്ലോ എന്ന് ആലോചിച്ചത്. അപ്പോൾ ഞാൻ ജേർണലിങ്ങും എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ പിന്നെ ടു ഡു ലിസ്റ്റിൻ്റെ ഓരോരോ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ അടിച്ചു വാരാൻ പോയി. അടിച്ചു വാരുന്ന ബ്രഷ് നമ്മളത് കേട്ടുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിപ്പോൾ ഞാൻ പുതിയ ബ്രഷ് മേടിക്കാൻ പോകണം എന്നുള്ളൊരു പ്ലാനൊക്കെ ഉണ്ട്. ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം. അപ്പം അടിച്ചു വരികൊണ്ടിരിക്കുക. അപ്പം കിച്ചണിൽ പോയപ്പം ഇവിടെ കറിയും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ തുടയ്ക്കാനായിട്ടുള്ള പരിപാടി ആയിരുന്നു കേട്ടോ. തുടയ്ക്കാനും വെള്ളമൊക്കെ കൊടുന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഒരു കൊറിയർ വന്നു. ഈ പണിയെടുക്കുന്നതിൻ്റെ ഇടയ്ക്ക് കൊറിയർ വരുമ്പോൾ അത് അൺബോക്സ് ചെയ്യാതെ പിന്നെ പണിയെടുക്കാൻ തോന്നില്ല. അതിനുശേഷം ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് ഫ്രഷ് ആയിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞു. ഈ ഷാൾ ഇപ്പം എന്തിനടുത്തത് എനിക്ക് ഓർമ്മയില്ല. കൊറിയറിൻ്റെ ആൾ വന്നപ്പോൾ സമയത്ത് എൻ്റെ തലയിൽ ഷാൾ ഇല്ലായിരുന്നു. ഇപ്പം ഞാൻ പോയെടുത്തതാണ് തോന്നുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് 2:09 ആയപ്പോഴാണ് ഞാൻ ഫുഡ് കഴിക്കണത്. ദാറ്റ് നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പിന്നെ പോയിട്ട് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. ഫുഡിന് നല്ലൊരു അടിപൊളി ഹെവി മീൽസ് ആയിരുന്നു. ഹെവി അല്ല, എനിക്ക് നല്ല ഇഷ്ടമായി. കുറേ കാലം നമ്മൾ മന്തി ബിരിയാണി ഒക്കെ കഴിച്ചിട്ട് പിന്നെ നല്ലൊരു മീൽസ് കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷമായിട്ടാ. ഇപ്പം കുറേ കസിൻസിൻ്റെ കല്യാണം വരുന്നുണ്ട്. അതിന് മുമ്പ് 2-3 കസിൻസിൻ്റെ കല്യാണം കഴിഞ്ഞു. അപ്പോൾ അന്നൊക്കെ ബിരിയാണി മന്തി തിന്നിട്ട് ഇപ്പം നല്ലൊരു മീൽസ് കഴിക്കാൻ തോന്നി. അങ്ങനെ ഇന്ന് ഞാൻ വേണ്ടി പറഞ്ഞു, എന്തായാലും വേണ്ടല്ലോ, ഇന്ന് സാധാ ചോറ് മതി, എന്താ എനിക്കത് കഴിക്കാൻ തോന്നുന്നതെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളിന്നൊരു മീൽസ് സെറ്റാക്കി കേട്ടോ. അപ്പം
അങ്ങനെയൊക്കെ എന്നും പിന്നെ തന്നെയാണ് നമ്മൾ കഴിക്കലുള്ളതെങ്കിലും കിട്ടാതാവുമ്പോൾ പിന്നെ നമുക്കൊരു ഇതാണല്ലോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ കുറച്ച് നേരം നമ്മൾ റെസ്റ്റ് എടുത്തു. എനിക്ക് ഇങ്ങനെ വൈകുന്നേരം എന്തായാലും ഉച്ച സമയത്ത് കിടക്കണമെന്ന് നിർബന്ധം, ഉറങ്ങുമൊന്നുമില്ല, ഞാൻ ഫോണൊക്കെ കണ്ട് കിടക്കും. പിന്നെ ഈ പഴംപൊരി പൊരിക്കുന്നത് ഞാനാണ് ഗൈസ്. കാരണം ഞാൻ ആദ്യമായിട്ട് എൻ്റെ ജീവിതത്തിൽ പഴംപൊരി പൊരിച്ചേ. സംഭവം അന്ന് ഉമ്മ പൊരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തേനും നല്ല മഴക്കാരനായിരുന്നു. എനിക്ക് ഇന്നത്തെ ഈവനിങ് ഭയങ്കര ഇഷ്ടമായി. ഈവനിങ് വ്ലോഗ് എടുത്താലോ എന്ന് വിചാരിച്ചു, എനിക്ക് അത്രയും ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അപ്പം ഈ പഴംപൊരി പൊരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇങ്ങനെ മഴ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പൊരിച്ചത് ഗൈസ് ആയിട്ടുണ്ടെങ്കിൽ ഞാനിങ്ങനെയൊക്കെ പൊരിച്ചെന്ന് പറഞ്ഞപ്പോൾ ഐ ഫെൽറ്റ് സോ ഹാപ്പി ഗൈസ്. ഇങ്ങനെ പഴംപൊരി അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഞാൻ ഇവർ ഉണ്ടാക്കിയിട്ടില്ലേനു. അപ്പോൾ ഇത് ഉണ്ടാക്കിയ സമയത്ത് എനിക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ട്. ഞാൻ ഉണ്ടാക്കിയ പഴംപൊരി അതിട്ട് പറയാനുള്ള നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ മാവും ഞാൻ തന്നെ കുഴച്ചത്, അതുകൊണ്ടാണ് എനിക്ക് ഫുൾ ക്രെഡിറ്റ് ഞാൻ എടുത്തത് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാനും ഈ കാക്കയും കൂടി പുറത്ത് പോകാൻ നിൽക്കുകയാണ്. ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ബ്രഷ് മേടിക്കാനുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, അത് പൊട്ടി ഗൈസ്. അതുകൊണ്ടാണ് ഇപ്പം നമ്മൾ പുതിയത് മേടിക്കാൻ വേണ്ടി പോവുകയാണ്. അതുകൊണ്ടാണ് ഞാൻ മറ്റേ ചൂല് യൂസ് ചെയ്തത്. ഞങ്ങൾ ആരും ചൂല് യൂസ് ചെയ്യലില്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ് ആ ചൂല്. പക്ഷെ നമ്മൾ പോയ കാര്യം കിട്ടിയില്ല ഗൈസ്, അവിടെ ഉണ്ടായിരുന്നില്ല. നമ്മളിങ്ങനെ തുടയ്ക്കാനും അടിച്ചു വരാനും പറ്റുന്ന ഒരു ചൂലായിരുന്നു അന്വേഷിച്ചത്, പക്ഷെ അത് അവിടെ ഇല്ല ഗൈസ്. അതൊക്കെ മാളിലുണ്ടാവുമെന്ന് പറഞ്ഞു. അപ്പം നമ്മളിനി മാൾക്ക് 2 ദിവസം കഴിഞ്ഞിട്ട് പോകുന്നുണ്ട്, അതിൻ്റെ വ്ളോഗിനായിട്ടുണ്ട് കേട്ടോ. അപ്പം അതൊക്കെ അവിടെ നിന്ന് മേടിക്കാൻ വെച്ചിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് വന്നു. വീട്ടിൽ വന്നപ്പോഴേക്കും പഴംപൊരിയും ചായയും കണ്ടപ്പോൾ കഴിക്കാൻ തോന്നി ഗൈസ്. ചായ ഞാൻ കുടിക്കലില്ല, പക്ഷെ നല്ല മഴ ഉണ്ടായിരുന്നു പുറത്ത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ കഴിക്കാമെന്നങ്ങ് വിചാരിച്ച്. പിന്നെ പുറത്ത് വന്നപ്പോൾ എൻ്റെ ഉമ്മ ഡ്രസ്സ് ഫോൾഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ പോയിട്ട് ജേർണൽ ചെയ്യാൻ വിചാരിച്ചിട്ടില്ല. ആ സാധനങ്ങൾ എടുത്ത് വന്നപ്പോഴേക്കും എൻ്റെ ഒരു കസിനും വന്ന്. ഓളോട് പിന്നെ വർത്താനം പറഞ്ഞിരിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. ഓളോട് വന്നിട്ട് ഞാനിങ്ങനെ ജേർണൽ ചെയ്യുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ട് പിന്നെ ഞാൻ ആ ജേർണലിങ്ങിൻ്റെ ആ ഒരു ആഗ്രഹം അങ്ങ് മാറ്റി വെച്ചിട്ട് രാത്രിയിൽ ഞാനൊരു മെമ്മറി ബുക്ക് പോലെ ചെറുതായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം. ഞാൻ കട്ടിങ്ങും കാര്യങ്ങളൊക്കെ അപ്പം ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്താ പറയുക, ഞാൻ വിചാരിച്ച പോലത്തെ ജേർണലിങ് അല്ല ലാസ്റ്റ് ഞാൻ ചെയ്തത്. പിന്നെ ഞാൻ ടു ഡു ലിസ്റ്റ് ചെയ്തതിലൊന്നും ടിക്കറ്റ് വെച്ചിട്ടുണ്ടായിരുന്നില്ല. ക്ലീനിങ് കംപ്ലീറ്റ് ആക്കി, ഓയിലിങ് ഫേസ് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു, ബാത്തിങ് ചെയ്തു, ഫുഡ് കഴിച്ചു, ക്ലീനിങ്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. ക്ലീനിങ് മാത്രം ചെയ്തിട്ടില്ല, ക്ലീനിങ് വാർഡ്രോബ്. അതിൻ്റെ കാര്യം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. പിന്നെ അതേപോലെ തന്നെ കുറേ നെൻഫിൽ വാട്ടർ ബോട്ടിൽ, ജേർണലിങ്, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ എന്തുകൊണ്ടാണ് ഇത് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വെക്കേഷൻ വർക്ക് ഉണ്ടായിരുന്നു ഗൈസ്, ഞാൻ പറയാം. പിന്നെ സോഷ്യലിൽ നിന്ന് കുറച്ച് എന്താ പറയുക, കുറച്ച് ഓൾഡ് ആയിട്ടുള്ള കുറച്ച് പിക്ചേഴ്സ് എല്ലാം ഉണ്ടായിരുന്നു, ഹിസ്റ്റോറിക്കലായിട്ടുള്ള. അപ്പം അതെല്ലാം ഞാൻ എടുത്തിട്ട് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ അതിൽ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ ഒട്ടിച്ചിട്ടിട്ടുള്ളൊരു മെമ്മറി ബുക്ക് എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അപ്പം ഞാൻ അതൊക്കെ റെഡിയാക്കി കഴിഞ്ഞാൽ ഇപ്പോൾ നല്ല ഒരു 2-2.5 മണിക്കൂർ എടുത്തത് നിന്ന് കട്ട് ചെയ്തെടുക്കാനായിട്ട് അത്രയും പിക്ചേഴ്സ് ഉണ്ടായിരുന്നു. പിന്നെ ഇതാണ് ഞാൻ അന്ന് വാൾഡ്രോബ് ക്ലീൻ ചെയ്യാതിരിക്കാനായിട്ടുള്ള കാരണം മിസ് കുറച്ച് ദിവസം മുമ്പ് വെക്കേഷൻ വർക്ക് ഉണ്ടെന്ന് പറഞ്ഞിട്ട് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. എന്നോട് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയണത്. ഓളോട് വേറൊരു ഫ്രണ്ട് പറഞ്ഞപ്പോഴാണ് ഓൾ അറിയണത്. അങ്ങനെ പിന്നെ ഞാൻ അത് ചെയ്യാതിരിക്കാൻ പറ്റില്ല. അപ്പം ഞാൻ വേഗം തന്നെ ഇരുന്ന് ചെയ്തു. കാരണം കുറേ വിട്ടിട്ടുണ്ട്, ഒരു 3-4 PDF എന്തായാലും ഉണ്ടാവും. അപ്പം ശിവൻകുട്ടി എന്താണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അതിന് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പരിഹാരം വേണം ഗൈസ്. വെക്കേഷൻ ആണെങ്കിൽ വെക്കേഷൻ വർക്ക് തരുമ്പോൾ സത്യം വളരെ ദേഷ്യം വരും. പിന്നെ എന്തൊക്കെ ഒരു 3-4 ആക്ടിവിറ്റി ഒക്കെ എഴുതിയിട്ട് പിന്നെ ഞാൻ ഇവിടെ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. എന്താണെന്ന് എനിക്ക് ഇവരായിട്ട് അറിയില്ല. കാരണം ചെവി ഇതിൽ ചോദിച്ചിട്ടുണ്ട് എന്നാന്ന് എനിക്കും അറിയില്ല കേട്ടോ. അപ്പം ഞാൻ കൊണക്കോണം സംസാരിക്കുന്നത് അത് ഞാനിവിടെ ആഡ് ചെയ്യണമെന്നൊക്കെ വിചാരിച്ചു. പക്ഷേ ബാക്ക്ഗ്രൗണ്ടിൽ നല്ല വോയിസ് ഉണ്ട് ഗൈസ്. അവിടെ TV ഇട്ടതുകൊണ്ട് തന്നെ ഭയങ്കര വോയിസാണ്. അപ്പം ഞാൻ പിന്നെ അത് കൊടുക്കണ്ട വിചാരിച്ചിട്ടാണ് ഞാൻ കൊടുക്കാത്തത്. അത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രസമുണ്ടായിരുന്നു. കാരണം എനിക്ക് നല്ല ഇഷ്ടമായി ഞാൻ സംസാരിച്ചത്, നല്ല ക്ലാരിറ്റി ഉണ്ടായിരുന്നു വോയിസ്. പക്ഷേ ബാക്ക്ഗ്രൗണ്ട് നോയ്സ് വന്നേരം കോപ്പിറൈറ്റ് ഇഷ്യൂ വരുമെന്നൊരു പേടി കാരണമാണ് ഞാൻ എന്തായാലും അത് ആഡ് ആക്കാത്തത്. പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ പുറത്തേക്ക് എന്താ പറയുക, നമ്മളെ ചെരുപ്പും കാര്യങ്ങളൊക്കെ എടുത്തേക്കാൻ വന്നപ്പോഴേക്കും ഞാനിവിടെ കണ്ടില്ല കാട്ടിക്കൂട്ടുന്ന നിഴലത്ത് ഡാൻസ് കളിക്കുന്നു, ആടുന്നു, നൃത്തം ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ പോലെ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. സത്യത്തിൽ എൻ്റെ മകത്ത് ഈ രക്ഷയിൽ നിഴലുമ്പോൾ കളിക്കുന്നത് എന്തൊക്കെ അസുഖം വരുന്നൊക്കെ തന്നെ പറയാനേക്കാം. പിന്നെ എനിക്കതിനോട് സത്യം വളരെ വിശ്വാസമില്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ അതിൻ്റെ കാര്യത്തിൽ നോക്കാൻ നിന്നില്ല. അങ്ങനെ ഞാനിങ്ങനെ നോക്കുമ്പോൾ നമ്മളിങ്ങനെ ചീത്ത പറയുന്നുണ്ടായിരുന്നു. ലാസ്റ്റ് നമ്മൾ ലൈറ്റ് ഓഫാക്കി. അപ്പോൾ ഞാനൊരു കൂസലില്ലാതെ തുടങ്ങി നിന്നു. പിന്നെ മറ്റേ ലൈറ്റ് ഓഫാക്കിയപ്പോൾ സമാധാനമായി. അങ്ങനെ പിന്നെ പോയിട്ട് വേറെയും എന്തൊക്കെ കൊണ സംസാരിച്ചു. കാരണം ഞാൻ ഫസ്റ്റ് കൊണ സംസാരിച്ചപ്പം ആ വീഡിയോ എനിക്ക് ഇഷ്ടമായപ്പോഴാണ് ഇത് പറഞ്ഞത്. പിന്നീട് കേട്ടപ്പോഴാണ് മനസ്സിലായത് കോപ്പിറൈറ്റ് ഇഷ്യൂ വരും, ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഉണ്ട് എന്നുള്ളത്. പിന്നെ ഇന്നത്തെ എല്ലാ ആക്ടിവിറ്റീസും കഴിഞ്ഞു. ക്ലീനിങ് വാൾഡ്രോബ് വെച്ചിട്ട് ബാക്കിയുള്ള കാര്യങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ലാസ്റ്റ് മാർക്കൊക്കെ കൂട്ടിയിട്ടാണ്. ഇങ്ങനെ ഒരു കാര്യമില്ല, പക്ഷെ എന്നാലും എനിക്കതിന് വെറുതെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാൻ ചെയ്തതാണ്. പിന്നെ ബാക്ക് ടു സ്കൂൾ ഷോപ്പിങ്ങിൻ്റെ വ്ളോഗ് കുറേ പേര് ചോദിച്ചു ഇൻസ്റ്റയിൽ. ഞാൻ കാണിച്ചു തരുന്നുണ്ട്. പോയിട്ടില്ല ഗൈസ്, പോയിട്ടില്ല മീൻസ് ഞങ്ങൾക്ക് കുറച്ച് കല്യാണം വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പർച്ചേസിങ്ങൊക്കെയാണ് അവിടെ എത്തിയിട്ടില്ല അവിടേക്ക്. പിന്നെ രാത്രിയിലത്തെ സ്കിൻ കെയർ സിൻഡാമീസിനാണ്. ഇപ്പം തന്നെ രാത്രിയിലത്തെ സ്കിൻ കെയർ ഡവിൻ്റെ സോപ്പ് മാത്രമാണ്. അത് വെച്ച് ഫേസ് വാഷ് ചെയ്യും, അത് മാത്രമാണ് ഗൈസ്. എൻ്റെ കയ്യിലൊരു മാമ എർത്തിൻ്റെ ഫേസ് വാഷും പിന്നെ എനിക്ക് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്തൊരു ഫേസ് വാഷും ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഞാനിപ്പോൾ അത് യൂസ് ചെയ്യലില്ല. പിന്നെ ഞാൻ കറൻ്റ്ലി ഡവിൻ്റെ ഫേസ് വാഷ്, ഡവിൻ്റെ സോപ്പാണ്, നല്ലതാണ് കേട്ടോ. അത് യൂസ് ചെയ്തപ്പോൾ എൻ്റെ ഫേസിലത്തെ പിമ്പിൾസൊക്കെ കുറച്ച് പോയ പോലെ എനിക്ക് ഫീൽ ചെയ്തു. അങ്ങനെ ഇതിപ്പോൾ ഞാൻ പറയുന്നത് എന്താ, ഇന്നത്തെ വീഡിയോ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണെന്നൊക്കെയാണ് ഞാൻ പറയുന്നത്. സോ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ. അപ്പം ഇനി ഇതേപോലത്തെ വീഡിയോസ് വേണമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.
അപ്പം ഇനിയിപ്പോൾ നമ്മൾ 8th പ്രിപ്പറേഷൻ വ്ളോഗ് ഞാൻ ഇടണമെന്ന് വിചാരിക്കുന്നുണ്ട്. ഒന്നുക്കില്ലെങ്കിൽ ഫസ്റ്റ് ഒരു 8th പ്രിപ്പറേഷൻ വ്ളോഗായിരിക്കും, അല്ലെങ്കിൽ ബാക്ക് ടു സ്കൂൾ വ്ളോഗായിരിക്കും. കല്യാണത്തിൻ്റെ വ്ളോഗ്സൊക്കെ ഉണ്ട്, ഷോർട്സ് ആയിട്ട് ഞാൻ ഇൻഷാല്ലാ അപ്ലോഡ് ചെയ്യുന്നുണ്ട്, കല്യാണത്തിൻ്റെ പർച്ചേസ് വ്ളോഗ്. സോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇത്രയും നേരം കണ്ടിരുന്ന എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. അപ്പം ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിക്കണോ, ഇഷ്ടമായിട്ടില്ലേ എന്നുള്ളതൊക്കെ താഴെ കമൻറ്റ് ചെയ്യും. കാരണം എനിക്ക് നിങ്ങൾ എന്ത് കമൻറ്റ്സ് ഇട്ടാലും ഞാൻ ഹാപ്പിയാണ്. അപ്പം നമുക്കിനി ഇൻഷാല്ലാ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.